യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ശ്യാമമോള് പാല് കുടിച്ചിട്ട് തൊട്ടില് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. ലച്ചുമോളും വെച്ചുമോനും അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ അവിടെ പോയി കുറച്ചേരം വിശ്രമിച്ചോ. യാത്ര കഴിഞ്ഞു വന്നല്ലേ. വേണ്ട ഏട്ടത്തി, ഞങ്ങൾക്ക് യാത്ര ചെയ്ത് ക്ഷീണമൊന്നുമില്ല. ഹോസ്പിറ്റലായിരുന്നെങ്കിൽ ഞാൻ ഈ സമയത്ത് നിക്കാൻ സമയമില്ലാണ്ട് ഓടായിരിക്കും. ശ്യാമേട്ടൻ വേണം പോയി കിടന്നോട്ടോ. ഏയ്, ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയാണെങ്കിലും പകൽ സമയത്ത് ഞാൻ അങ്ങനെ കിടക്കാറില്ല. ശ്യാം എന്തേലും ജോലിക്ക് ട്രൈ ചെയ്യുന്നില്ലേ? ഇതുവരെ ഒന്നും നോക്കിയില്ല. ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ സോന ജോലിക്ക് പോകുന്നുണ്ട്. മോളെ ആ സമയത്ത് ആരും നോക്കുന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആന്റി ഞങ്ങളോട് പിണങ്ങി ഇന്ദ്രേട്ടന്റെ അടുത്തേക്ക് വന്നല്ലോ. നിങ്ങൾക്കിനി അമ്മയുടെയും മേട്ടന്റെയും കൂടെ വന്ന് താമസിച്ചാലെന്താ? അവിടെ ആവുമ്പോ പകൽ സമയത്ത് ഭാനു അമ്മയെങ്കിലും കുഞ്ഞിനെ നോക്കാൻ കാണില്ലേ? മാത്രമല്ല, ശ്യാമമോളെ വീട്ടിലാക്കി നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയാ അമ്മ തന്നെ മോളെ നോക്കുകയും ചെയ്യും. നിങ്ങളോടുള്ള ദേഷ്യം എന്തായാലും അമ്മ ശ്യാമമോളോട് കാണിക്കില്ലല്ലോ. അത് ശരിയാ. എന്തായാലും ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഒന്ന് കഴിയട്ടെ ഏട്ടത്തെ, എന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം. അതിനിടയില് ഞാൻ ഏട്ടത്തിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഏട്ടത്തിക്കും മോനും അങ്ങോട്ട് തിരിച്ചു വന്നൂടെ? സത്യം പറഞ്ഞ അനുചേച്ചി ഇന്ദ്രേട്ടന്റെ കൂടെ ഉണ്ടാവേണ്ട സമയമാണിത്. ഇല്ലെങ്കിൽ ചിലപ്പോ ആ മനുഷ്യൻ കൈവിട്ടു പോകും. അമ്മയുടെ സ്വഭാവം അറിയാലോ. വീടിന്റെ പ്രമാണം പണയപ്പെടുത്തി ലോൺ എടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യം അമ്മ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചപ്പോഴാ അമ്മ കൊടുത്തു തന്നെ. ഞങ്ങൾക്കും വേറെ വഴിയില്ലാത്തതുകൊണ്ട് എത്രയും വേഗം നഷ്ടപരിഹാരം കൊടുത്ത് കേസ് തീർക്കാൻ ഇന്ദ്രേട്ടനെ പ്രഷർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്താ എന്റെ ജോലി വരെ നഷ്ടപ്പെടും ഏട്ടത്തി. അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഏട്ടനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എനിക്കറിയാം സോനെ, അമ്മയ്ക്കും കൂടപ്പറപ്പുകൾക്കും വേണ്ടി ഇന്ദ്രേട്ടൻ എന്തും ചെയ്യും. സ്വന്തം ജീവൻ വേണേലും കൊടുക്കും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു ചെറിയ തിരിച്ചടി ഉണ്ടായാൽ പോലും ഇന്ദ്രേട്ടന് സഹിക്കാൻ പറ്റില്ല. അത്തരം സമയങ്ങളിലെല്ലാം ഇന്ദ്രേട്ടൻ എന്നോട് മനസ്സ് തുറക്കാറുണ്ട്. ജീവിതം എന്ന് വെച്ചാ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കുമ്പോ ആ മനസ്സൊന്ന് ശാന്താവും. പക്ഷേ ഇപ്പൊ ഇന്ദ്രേട്ടൻ എന്നെ ഓർക്കാറുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഓർമ്മയുണ്ടെങ്കിൽ മോന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞെങ്കിലും ഇന്ദ്രേട്ടൻ എന്നെ ഒന്ന് വിളിക്കേണ്ടതല്ലേ? എന്റെ മുന്നിൽ ഒരിക്കലും താടാൻ ഇന്ദ്രേട്ടൻ തയ്യാറല്ല. അതാ സത്യം. ഞാനൊരിക്കലും ഇന്ദ്രേട്ടന്റെ മുന്നിൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഈ കാര്യത്തിൽ എനിക്കൊരു വാശിയുണ്ട്. ഏതൊരു പെണ്ണും എടുക്കുന്നൊരു തീരുമാനം എന്നെ കൈയൊഴിഞ്ഞ ഇന്ദ്രേട്ടൻ തന്നെ വന്ന് എന്നെ തിരിച്ചു വിളിക്കണം. അല്ലാതെ അനുപമ ഇനി ആ ജീവിതത്തിലേക്ക് ഉണ്ടാവില്ല.